അദ്ദേഹത്തെ പോലുള്ളൊരു നേതാവിന്, ഒരു സമുദായ നേതാവിനെ ഉപദേശിക്കാനും നിർദ്ദേശിക്കാനും മാത്രം ഞാൻ വളർന്നു എന്നെനിക്ക് തോന്നുന്നില്ല. പാർട്ടിയാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതും ചിഹ്നം കൊടുക്കുന്നതും മത്സരിപ്പിക്കുന്നത്. മന്ത്രി എ കെ ശശീന്ദ്രനാണ് നമ്മളോടൊപ്പം ചേരുന്നത്. മിനിസ്റ്റർ, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടക്കാണല്ലോ. മിനിസ്റ്റർ മത്സരരംഗത്തുണ്ടാവുമോ? അത് തീരുമാനിക്കാൻ പറ്റില്ല. കാരണം എൻ്റെ പാർട്ടിയും എല്ലാ പാർട്ടിയാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതും ചിഹ്നം കൊടുക്കുന്നതും മത്സരിപ്പിക്കുന്നതും. കേരളത്തിൽ നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പിന് ഇനി 6 മാസമുണ്ട്. ഒരു പാർട്ടിയും സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിട്ടില്ല, ചർച്ച ചെയ്തിട്ടില്ല. എൻ്റെ പാർട്ടിയും അങ്ങനെ ഒരു ചർച്ചയോ തീരുമാനങ്ങളോ ഒന്നും ഇപ്പോൾ എടുത്തു തുടങ്ങിയിട്ടില്ല. നമുക്കാണെങ്കിൽ ഇപ്പോൾ 3-4 വിരലെണ്ണാവുന്ന സീറ്റുണ്ട്. അത് ചർച്ച ചെയ്യാൻ മാസങ്ങളുടെ സമയമൊന്നും വേണ്ട. സാധാരണഗതിയിൽ അത് വന്നു കഴിഞ്ഞാൽ പാർട്ടിയുടെ ഘടകങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കും. ആ തീരുമാനമാണ് ഒരു പാർട്ടി പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എൻ്റെ തീരുമാനം. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചില തിരിച്ചടികൾ LDF നേരിട്ടു. ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം പ്രതീക്ഷയുണ്ട് മുന്നണിക്ക്? ഒന്നാമത്തെ കാര്യം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പിൽ LDFന് കനത്ത തിരിച്ചടിയാണ് എന്നുള്ള വാദത്തെ ഞാൻ നിരാകരിക്കുന്നു. മാത്രമല്ല, കഴിഞ്ഞ 2-3 തിരഞ്ഞെടുപ്പുകളായി കണ്ടുവരുന്നൊരു ട്രെൻഡുണ്ട്. അത് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലെ പാറ്റേൺ അല്ല, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഉണ്ടായത്. അവിടെ നടന്ന രീതിയല്ല അസംബ്ലി തിരഞ്ഞെടുപ്പുണ്ട്. അപ്പോൾ ഓരോ തരത്തിലുള്ള തിരഞ്ഞെടുപ്പിനെയും ജനങ്ങൾ പ്രത്യേകമായി വിലയിരുത്തി അതിനുള്ള അവരുടെ അഭിപ്രായമാണ് വോട്ടിങ്ങിലൂടെ രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് LDFന് പേടിക്കേണ്ടതായോ ഭയപ്പെടേണ്ടതായോ മടിച്ചു നിൽക്കേണ്ടതായോ ഒരു സാഹചര്യം ഇല്ലാത്ത വിധത്തിൽ വോട്ടിംഗ് നില ഭദ്രമാണ്. ഉദാഹരണത്തിന് എലത്തൂർ മണ്ഡലമെടുക്കുക. 3 പഞ്ചായത്ത് നഷ്ടപ്പെട്ടു. പക്ഷേ കഴിഞ്ഞ 5 തിരഞ്ഞെടുപ്പുകളിലായി LDFന് കിട്ടിയ വോട്ടുകളുടെ എണ്ണത്തിൽ ഒരു കുറവുണ്ടായിട്ടില്ല. അതേ വോട്ടാണ്, 75,000. UDFന് കിട്ടിയ വോട്ടിന് സെയിം പാറ്റേണാണ്. BJPക്കാണ് നേരത്തെ കിട്ടിയതിലും ചെറിയൊരു വ്യത്യാസമുള്ളൂ. അത് നേരിയ വ്യത്യാസമാണ്. അപ്പോൾ അടിസ്ഥാനപരമായി ഭദ്രമായ അടിത്തറയിൽ നിന്നുകൊണ്ട് തന്നെ വലിയ ആത്മവിശ്വാസത്തോടുകൂടി ജനങ്ങളിൽ വിശ്വാസം അർപ്പിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വികസന ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് സമീപനം സ്വീകരിക്കും. ആ സമീപനത്തിന് കേരളം ആരാണ് ഭരിക്കേണ്ടതെന്നൊരു ചോദ്യം വരുമ്പോൾ അത് ഇടതുപക്ഷമാണ് ഭരിക്കേണ്ടത് എന്ന ഉത്തരം കേരളത്തിലെ വോട്ടർമാർ നൽകും. അതിൽ ഒരു സംശയവും ഞങ്ങൾക്കാർക്കുമില്ല. ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കുകയാണ്. അങ്ങയുടെ പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ പറഞ്ഞത് അങ്ങ് ഈ മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ടൊരു ചർച്ച നേരത്തെ നടന്ന സമയത്ത് ഇനി താൻ മത്സരിക്കാനില്ല എന്നുള്ളത് ഒരു കമ്മിറ്റിയിൽ വികാരാധീനനായി പറഞ്ഞു എന്നുള്ളതാണ്. അത് ശരിവെക്കുന്നുണ്ടോ? അല്ല, അദ്ദേഹം പറഞ്ഞതിനെക്കുറിച്ച് പ്രതികരിക്കാൻ ഞാനില്ല. കാരണം ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടത് തെരുവിലും പത്രമാധ്യമങ്ങളിലുമല്ല. അതിനൊക്കെ വേദിയുണ്ട്. അതിനെക്കുറിച്ച് നല്ല ബോധ്യമുള്ള നല്ല പ്രവർത്തകനും നേതാവാണ് മുഹമ്മദ്. അദ്ദേഹത്തിന് നിങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവുന്നല്ലാതെ പാർട്ടി നടപടിക്രമങ്ങൾ എങ്ങനെ അനുസരിക്കണം, എങ്ങനെ മുമ്പോട്ട് പോകണമെന്നതിനെക്കുറിച്ച് ഉത്തമ ബോധ്യമുള്ള ക്ലാരിറ്റിയുള്ള ഒരു നേതാവാണ് മുഹമ്മദ്. അദ്ദേഹം അതിനനുസരിച്ചേ പ്രവർത്തിക്കുള്ളൂ. അഭിപ്രായ പ്രകടനം വരുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് നിങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം അഭിപ്രായം പറഞ്ഞു. പിന്നെ അതുമല്ല, അത് അഭിപ്രായം അദ്ദേഹത്തിന് ഉണ്ടാകണം, അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയണം. ആ അഭിപ്രായം കേൾക്കും. അദ്ദേഹത്തിൻ്റെ മാത്രമല്ല, എല്ലാ പാർട്ടി ഘടകങ്ങളുടെ അഭിപ്രായം കേട്ടാണല്ലോ പാർട്ടി നേതൃത്വം ഒരു തീരുമാനം എടുക്കുക. ആ തീരുമാനം ആയത്തിലെ പേര് എക്സ് ആണെങ്കിൽ ആ എക്സാണ് NCPയുടെ സ്ഥാനാർത്ഥി. ഒരു ചോദ്യം കൂടി. ഈ വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് ഒരു ചോദ്യം ചോദിച്ചൊരു മാധ്യമപ്രവർത്തകനെ തീവ്രവാദി എന്നാണ് വിളിച്ചത്. അതിനെ അംഗീകരിക്കുന്നുണ്ട്? അല്ല, വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം ഒരു സമുദായ സംഘടനയുടെ നേതാവാണ്. അദ്ദേഹമാണ് ഓരോ കാര്യങ്ങളിലും ഏത് തരത്തിലാണ് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്ന് തീരുമാനിക്കാനുള്ളത്. അദ്ദേഹത്തെ പോലുള്ളൊരു നേതാവിന്, ഒരു സമുദായ നേതാവിനെ ഉപദേശിക്കാനും നിർദ്ദേശിക്കാനും മാത്രം ഞാൻ വളർന്നു എന്നെനിക്ക് തോന്നുന്നില്ല. പക്ഷേ അവനവനാണ് സംസാരിക്കുമ്പോൾ വാക്കുകൾ ഉപയോഗിക്കുന്നതൊക്കെ ശ്രദ്ധിച്ചുപയോഗിക്കേണ്ടത്. അത് അവനവൻ്റെ ഒരു അവകാശമാണ്. അതുകൊണ്ട് അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് മറ്റുള്ളവർ പറയേണ്ട ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഓരോരുത്തരുടെ നിലപാടാണ്. നിലപാട് പറയുന്ന സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ട്. പറഞ്ഞു പോയാലും തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്താനും കൂട്ടിച്ചേർക്കാനും ആരാ തീരുമാനിക്കേണ്ടത്? സംസാരിക്കുന്ന വ്യക്തിയാണ് ഞാൻ എങ്ങനെ സംസാരിക്കണം എന്ന് തീരുമാനിക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ സംസാര രീതി അങ്ങനെയാണ്.
അദ്ദേഹത്തെ ആ രീതിയിൽ സംസാരിച്ചിട്ടുണ്ടാകും. അത് ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കേണ്ടത് അദ്ദേഹം തന്നെയാണ്, ഒരേ ആരുമല്ല. നമുക്കറിയാം ഇപ്പോൾ NCPയെ സംബന്ധിച്ചിടത്തോളം AK ശശീന്ദ്രൻ എന്നൊരു മന്ത്രി, ഒരു കരുത്തുറ്റ നേതാവ്, ആ നേതാവിൻ്റെ കുറേ അണികൾ, അതിനപ്പുറം NCPക്ക് ഒരു ശക്തിയുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അല്ല, നേരെ തിരിച്ചാണ്. അർപ്പണബോധമുള്ള ധാരാളം പ്രവർത്തകന്മാരും വർഷങ്ങളായി പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവരുമായ നൂറുകണക്കിന് പ്രവർത്തകന്മാരുടേതാണ് പാർട്ടി, എൻ്റേതല്ല. അവരുടെ പാർട്ടിയാണ്. ആ പാർട്ടിയിലെ ഒരംഗമാണ് ഞാൻ. നന്ദി മിനിസ്റ്റർ. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് മാത്രമേ ഈ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചുള്ള ചർച്ചകളിലേക്കൊക്കെ തന്നെ പാർട്ടി കടക്കൂ. പാർട്ടിയാണ് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുക എന്നുകൂടിയാണ് മന്ത്രി പ്രതികരിക്കുന്നത്. ക്യാമറാമാൻ മനീഷ് പെരുമണ്ണക്കൊപ്പം സലാം മുഹമ്മദ്, മീഡിയ 1 കോഴിക്കോട്.